എപ്പോഴും നമ്മൾ മദർ സ്ലാബിൽ വാട്ടർ പ്രൂഫ് ചെയ്യാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. അത് കൂടുതൽ കാലം ഈട് നിൽക്കും ചെയ്യും. പ്ലസ് നമുക്ക് സ്ട്രക്ചറൽ, അതായത് നമ്മുടെ സ്ലാബിൽ എന്തെങ്കിലും ക്രാക്ക് ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ നമുക്ക് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഭാവിയിൽ അത് പിന്നെ ഒരു പ്രശ്നമായിരിക്കും പറ്റിയില്ലെങ്കിൽ. ചങ്കള പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാനിതിൻ്റെ മുമ്പ് എൻ്റെ വീട് പണി തന്നെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഓരോ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഞാൻ വിശദീകരിച്ചിട്ട വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങളത് പരമാവധി ഷെയർ ചെയ്തു. അതിനാദ്യം തന്നെ നിങ്ങളോട് നന്ദി. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ഒരു ഉള്ളടക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീട് പണിയെടുക്കും. നമ്മളൊരു ഡ്രീംസാണ്, ഒരു സ്വപ്നമാണ് ഒരു വീട് പണിയെടുക്കൽ. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കയറി താമസിക്കും. പക്ഷെ താമസിക്കുന്നതിൻ്റെ മുമ്പേ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട ചില കാര്യങ്ങൾ, ചില അപാകതകൾ മൂലം ആ വീട്ടിൽ നമുക്ക് എപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും. ഉദാഹരണത്തിന് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മൾ വീട് പണിയെടുക്കുമ്പോൾ ഒരിക്കലും കോൺക്രീറ്റ് വാട്ടർ പ്രൂഫ് ചെയ്യാറില്ല. നമ്മൾ നേരെ എന്ത് ചെയ്യും, കോൺക്രീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസം നനക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത തേപ്പിൻ്റെ പരിപാടിയിലേക്ക് കിടക്കും, പ്ലാസ്റ്ററിങ്. അത് കഴിഞ്ഞ് പെയിൻറ്റ് ചെയ്യും. ചിലപ്പോൾ പെയിൻറ്റിൽ വാളുകളൊക്കെ വാട്ടർ പ്രൂഫ് ചെയ്യും. പക്ഷേ മെയിൻ സ്ലാബ് നമ്മൾ ശ്രദ്ധിക്കില്ല. അങ്ങനെ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ നമുക്കതിലൂടെ വരുന്നത് എന്താ, നമ്മൾ ഇൻറ്റീരിയലൊക്കെ ചെയ്ത് ജിപ്സം ബോർഡിലൊക്കെ വർക്ക് ചെയ്തിട്ട് ആ വീട്ടിൽ താമസാക്കി കഴിഞ്ഞാൽ പിറ്റത്തെ വർഷത്തെ മഴക്ക് തന്നെ നമ്മൾക്ക് പണി കിട്ടി തുടങ്ങും. അപ്പോൾ ഞാൻ വാട്ടർ പ്രൂഫിൻ്റെ ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള ഒരു കമ്പനിനെ പരിചയപ്പെടുത്തി തരാം. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനും പരിചയപ്പെടുത്തി തരാം. എൻ്റെ വീട്ടിലും അവൻ തന്നെയാണ് ഇപ്പോൾ വാട്ടർ പ്രൂഫ് ചെയ്യുന്നത്. എൻ്റെ തറവാട്ടിലും അവൻ തന്നെയാണ് ചെയ്തത്. ഇപ്പോൾ ഏകദേശം നമ്മുടെ തറവാട്ടിൽ ചെയ്തിട്ട് 5-8 വർഷമായി. ലീക്കോ ഒരു ബുദ്ധിമുട്ടും ഇല്ല. മഴ പെയ്താലും അങ്ങനെ ഒരു പേടിയോ അല്ലാന്നുണ്ടെങ്കിൽ ലീക്ക് വരും എന്നുള്ളത് ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല. ഇനി ഞാൻ വലിച്ചു നിൽക്കുന്നില്ല, ആളോട് തന്നെ കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുക. ഒന്ന് പേര് പരിചയപ്പെടും. എൻ്റെ പേര് അജിത്ത് എന്നാണ്. എൻ്റെ കമ്പനീൻ്റെ പേര് മാസ്റ്റർ ഫിക്സ് എഞ്ചിനീയറിംഗ് സൊല്യൂഷൻസ് എന്നാണ്. ഞങ്ങൾ 2019 മുതൽ വാട്ടർ പ്രൂഫിംഗ് രംഗത്ത് സജീവമായിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ റോ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി കുറവ് മൂലം ഈ വാട്ടർ പ്രൂഫിംഗ് ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമായി മാറിയിരിക്കുകയാണ് കൺസ്ട്രക്ഷൻ മേഖലയിൽ. കാരണം എല്ലാവരും ശ്രദ്ധിക്കാതെ വിടുന്ന ഒരു കാര്യമാണ് ഈ വാട്ടർ പ്രൂഫിംഗ് എന്നുള്ളത്. നമ്മൾ അത്രയും പൈസ ചിലവാക്കിയിട്ട് ഒരു വീടുണ്ടാക്കിയിട്ട് പിന്നെ ഭാവിയിൽ അതിൽ ഈ ചോർച്ച, അതേപോലെ ഈർപ്പത്തിൻ്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഒരു 10 കൊല്ലം മുന്നേ ഒന്നും ആരും ഇങ്ങനെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ റോ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി കുറവ് മൂലം വാട്ടർ പ്രൂഫിംഗ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമ്മളെ കൺസ്ട്രക്ഷൻ മേഖലയിൽ. അപ്പോൾ നമ്മൾ വീടുകൾ, അതേപോലെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾ, അതേപോലെ ഇൻഡസ്ട്രീസ്, ഇതിലൊക്കെ വാട്ടർ പ്രൂഫിംഗ് ചെയ്യുന്നുണ്ട്. 15 വർഷം വാറൻറ്റിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം വാട്ടർ പ്രൂഫിങ്ങിന്. അത് പല റേഞ്ച് മെറ്റീരിയൽസുകളുണ്ട്. ബേസ് മെറ്റീരിയൽ മുതൽ ഹൈ പോളിയൂറിത്തിൻ മെറ്റീരിയൽസ് വരെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ വാട്ടർ പ്രൂഫിംഗ് ചെയ്യുമ്പോൾ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ പ്രോസസ്സുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം മെറ്റീരിയൽസ് എല്ലാത്തിനും ഒരേ ക്വാളിറ്റി തന്നെയാണ്. പക്ഷെ അത് അപ്ലൈ ചെയ്യുന്ന കാര്യത്തിലാണ് ആ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ഇരിക്കുന്നത്. ആ മെറ്റീരിയലിന് ആ പ്രോപ്പർട്ടി കിട്ടണമെങ്കിൽ അതിൻ്റേതായ രീതിയിൽ അത് അപ്ലൈ ചെയ്യണം. ഇപ്പോൾ നമ്മളെല്ലാവരും പറയാറുണ്ട് സ്ലോ പ്രൂഫിൽ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ ആവശ്യമില്ല, വെള്ളം ഒഴുകി പോകില്ലോ എന്ന്. പക്ഷേ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സ്ലോ പ്രൂഫിലാണ്. കാരണം സ്ലോ പ്രൂഫിൽ വാട്ടർ സിമെൻറ്റ് റേഷ്യോ കുറവാകും. അതായത് വെള്ളം കുറവാകും. കോൺക്രീറ്റ് കട്ട് ചെയ്തിട്ടിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളം കുറയ്ക്കും. അപ്പോൾ ഈ കോൺക്രീറ്റിൽ സുഷിരങ്ങൾ കൂടും. സുഷിരങ്ങൾ കൂടുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ, നമ്മൾ നനയ്ക്കുമ്പോൾ അതേപോലെ മഴ പെയ്യുമ്പോൾ ഒക്കെ വെള്ളം കോൺക്രീറ്റ് വലിച്ചെടുത്തുകൊണ്ടേയിരിക്കും. അത് ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറിനെ ബാധിക്കും. കമ്പികളൊക്കെ റസ്റ്റായി പോയിട്ട് അത് സ്ട്രക്ചറൽ സേഫ്റ്റി തന്നെ ഭയങ്കര ഇഷ്യൂ ആണ് അത് കാരണം ഉണ്ടാവും. അപ്പോൾ സ്ലോ പ്രൂഫ് വാട്ടർ പ്രൂഫിംഗ് ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകം തന്നെയാണ്. അജിത്ത്, നിങ്ങളിപ്പോൾ പറഞ്ഞ് 15 വർഷത്തെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊടുക്കും. അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? ആ സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ, അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് കണ്ടാൽ നിങ്ങൾ വന്നിട്ട് വീണ്ടും റിപ്പയർ ചെയ്ത് കൊടുക്കും. ഒന്ന് വിശദീകരിക്കുമോ? നമ്മളിപ്പോൾ വാട്ടർ പ്രൂഫിങ്ങിന് പ്രൊവൈഡ് ചെയ്യുന്നത് 15 വർഷത്തെ വാറണ്ടിയാണ്. ഈ 15 വർഷ വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ടർ പ്രൂഫിംഗ് എന്ന് പറഞ്ഞാൽ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്, ഒരു പ്രോസസ്സാണ്. കാരണം എത്ര കോട്ടിങ് അടിച്ചാലും ഒരു 1.5 mm അല്ലെങ്കിൽ 2 mm ആണ് കോട്ടിങ്ങിൻ്റെ തിക്നെസ് വരിക. അപ്പോൾ ഈ 15 വർഷത്തിൽ എന്ത് വേറെ ഇഷ്യൂസ്, അല്ലെങ്കിൽ വെള്ളം ലീക്കേജോ അല്ലെങ്കിൽ ക്രാക്ക് കാര്യങ്ങൾ വന്നിട്ട് വെള്ളം ഇറങ്ങുക എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മളത് പരിഹരിച്ച് കൊടുക്കും. പക്ഷേ അതിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വേറെ ഉണ്ട്. കാരണം വാട്ടർ പ്രൂഫിംഗ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ വാട്ടർ പ്രൂഫിങ്ങിന് അപ്പം തന്നെ നമ്മൾ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യണം. അതായത് നമ്മൾ കോട്ടിങ് അടിച്ച് മാക്സിമം 24 hours ഒക്കെയാണ് ഇടാൻ പാടുള്ളൂ. കാരണം UV പ്രൊട്ടക്ഷൻ ഇല്ലാത്ത മെറ്റീരിയലുകൾ അടിക്കുകയാണെങ്കിലത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അതിന് പ്ലാസ്റ്ററിങ് ചെയ്തിട്ട് അത് സേഫായി. അപ്പോൾ പക്ഷേ നമ്മൾ ഈ പ്ലാസ്റ്ററിങ് പിന്നെ ഡ്രില്ല് ചെയ്യുക, അല്ലെങ്കിൽ വല്ല ട്രസ് വർക്കിന് വേണ്ടിയിട്ട് അവിടെ എന്തെങ്കിലും കുത്തി പൊളിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ എഞ്ചിനീയറെ വിളിച്ച് പറയണം എന്നുള്ളൂ. അപ്പോൾ നമ്മുടെ എഞ്ചിനീയർ വന്ന് സൈറ്റ് ഇൻസ്പെക്ട് ചെയ്തിട്ട് അതിന് വേണ്ട പ്രതിവിധികൾ ചെയ്തിട്ടാണ് നമുക്കത് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വാറണ്ടി 15 വർഷം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലെന്തെങ്കിലും റീവർക്സ് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ എഞ്ചിനീയറെ അറിയിക്കണം എന്നുള്ളൊരു കാര്യമുള്ളൂ. കാരണം നമ്മൾ വാട്ടർ പ്രൂഫിംഗ് മെംബ്രെയിന് പ്രശ്നമൊന്നും തട്ടാതെ
അടുത്ത വർക്കുകൾ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ എഞ്ചിനീയറിന്റെ ഒരു ഇൻസ്പെക്ഷനും അദ്ദേഹം അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പ്രതിനിധികൾ തരുന്നതുമായിരിക്കും. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ കമ്പനിയുടെ പേര് ടീഷർട്ടിൽ തന്നെ ഉണ്ട്, എന്നാലും ഒന്ന് വിശദീകരിക്കാം. ഞങ്ങളുടെ കമ്പനി മാസ്റ്റർ ഫിക്സ് എഞ്ചിനീയറിംഗ് സൊല്യൂഷൻസ് എന്നാണ് പേര് കമ്പനീൻ്റെ. ഞങ്ങൾ ആദ്യമായിട്ട് തുടങ്ങുന്നത് തൃശ്ശൂരാണ് 2019 ലാസ്റ്റിൽ. ഞങ്ങൾ 3 സിവിൽ എഞ്ചിനീയേഴ്സാണ് ഇത് തുടങ്ങിയത്. ഇപ്പം ഞങ്ങൾക്ക് എറണാകുളത്തും അതേപോലെ കോഴിക്കോടും ഓഫീസ് ഉണ്ട്. പിന്നെ ഞങ്ങൾ ഓൾ കേരള ചെയ്യുന്നുണ്ട്, കർണാടകയിൽ ചെയ്യുന്നുണ്ട് വർക്കുകൾ. ഇപ്പോൾ ഞങ്ങൾ കേരളത്തിലെ തന്നെ ഒരേ ഒരു അണ്ടർഗ്രൗണ്ട് സ്ട്രക്ചറുള്ളൂ, അണ്ടർഗ്രൗണ്ട് റോഡുള്ളൂ, ടണൽ, അതായത് നമ്മുടെ കുതിരാൻ ടണൽ വാട്ടർ പ്രൂഫ് ചെയ്തത് ഞങ്ങളാണ്. അതെ. വെരി ഗുഡ്. പിന്നെ അതേപോലെ നമ്മുടെ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ റെസിഡൻഷ്യൽ ടവർ വരുന്നത് ഗാലക്സി ബിൽഡേഴ്സിൻ്റെ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടൊരു കോഴിക്കോടാണ്, നടക്കാവ്. അതും ഞങ്ങളാണ് ഫുള്ളി വാട്ടർ പ്രൂഫ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾക്ക് കുറേ നല്ല ക്ലയൻസ് ഉണ്ട്. അപ്പോൾ ഒരു 5 വർഷം ആയി ഇപ്പോൾ ഞങ്ങൾ ഈ മേഖലയിൽ. പിന്നെ ഞങ്ങളുടെ ഇതെന്താ വെച്ചാൽ ഞങ്ങൾ സിവിൽ എഞ്ചിനീയേഴ്സാണ്. അപ്പോൾ ഞങ്ങളൊരു സൊല്യൂഷൻ പ്രൊവൈഡേഴ്സാണ്. അതായത് ആ സൈറ്റിനനുസരിച്ചിട്ട് എന്താണ് അതിന് സൊല്യൂഷൻ വേണ്ടത് അതാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാറ്. വെരി ഗുഡ്. പിന്നെ ആളുകൾക്കൊരു ഡൗട്ടും കൂടി, നമ്മൾ സ്ലോപ്പ് പ്രൂഫ് അതുപോലെ തന്നെ ഫ്ലാറ്റ് പ്രൂഫ്, ഇത് രണ്ടും ഏറ്റവും ബെസ്റ്റ് ടൈം ഏതാ നമുക്ക് വാട്ടർ പ്രൂഫ് ചെയ്യാൻ? നമ്മൾ ഇപ്പോൾ സ്ലോ പ്രൂഫ് ആയാലും ഫ്ലാറ്റ് റൂഫ് ആയാലും വാർപ്പ് കഴിഞ്ഞിട്ട് 7 ദിവസം എന്തായാലും നനയ്ക്കണം. ക്യൂറിംഗ് പീരീഡ് 7 days ആണ്. എന്നാലാണ് അതിൻ്റെ സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ ഏതൊരു കോൺക്രീറ്റും. അപ്പോൾ ആഫ്റ്റർ 7 days ക്യൂറിംഗ് പീരീഡ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഞങ്ങളുടെ പ്രോസസ്സാണ് വാട്ടർ പ്രൂഫിങ്. വാട്ടർ പ്രൂഫിങ് കഴിഞ്ഞതിന് ശേഷമാണ് ഏറ്റവും നല്ലത് പ്ലാസ്റ്റർ ചെയ്യണത്. എപ്പോഴും നമ്മൾ മദർ സ്ലാബിൽ വാട്ടർ പ്രൂഫ് ചെയ്യാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. അത് കൂടുതൽ കാലം ഈട് നിൽക്കും ചെയ്യും. പ്ലസ് നമുക്ക് സ്ട്രക്ചറൽ, അതായത് നമ്മുടെ സ്ലാബിൽ എന്തെങ്കിലും ക്രാക്ക് ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ നമുക്ക് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഭാവിയിൽ അത് പിന്നെ ഒരു പ്രശ്നമായിരിക്കും. നമ്മൾ നേരെ പ്ലാസ്റ്ററിങ് കഴിഞ്ഞിട്ട് അതിൻ്റെ ശേഷം വാട്ടർ പ്രൂഫ് ചെയ്യാന്നുണ്ടെങ്കിൽ, പ്ലാസ്റ്ററിങ് കഴിഞ്ഞിട്ട് വാട്ടർ പ്രൂഫ് ചെയ്യുന്നവരുണ്ട്, അങ്ങനത്തെ മെറ്റീരിയലുകളും ഉണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഈ പ്ലാസ്റ്ററിങ്ങിൻ്റെ സ്ട്രെങ്ത്തിനെ അപേക്ഷിച്ചിരിക്കും നമ്മുടെ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ ക്വാളിറ്റി ഇരിക്കുക. കാരണം ഇന്നത്തെ കാലത്ത് വരുന്ന സിമെൻറ്റ്, എംസാൻഡ്, ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി വളരെ ലോ ആണ്. അപ്പോൾ ഈ എക്സ്പാൻഷൻ സംഭവിക്കും ചൂട് കൂടുമ്പോൾ, ടെമ്പറേച്ചർ വേരിയേഷൻ കാരണം. അപ്പോൾ പ്ലാസ്റ്ററിങ്ങിൽ ക്രാക്ക് സംഭവിക്കും. അപ്പോൾ നമ്മുടെ വാട്ടർ പ്രൂഫ് കോട്ടിങ്ങിന് ഒരു ക്രാക്ക് ബ്രിഡ്ജിങ് കപ്പാസിറ്റി ഉണ്ടാവും. ഏത് വാട്ടർ പ്രൂഫ് കോട്ടിങ്ങിനും ഇത്ര ശതമാനം ക്രാക്ക് പിടിച്ച് നിർത്തും. പക്ഷേ അതിനെക്കാട്ടും കൂടുതലായി കഴിഞ്ഞാൽ, കാരണം ഇപ്പോൾ ടെമ്പറേച്ചർ ഓരോ കൊല്ലം വാരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൂടിയും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്ലാസ്റ്ററിങ്ങിൻ്റെ ക്രാക്ക് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ വാട്ടർ പ്രൂഫിംഗ് മെംബ്രെയിൻ അവിടെ ഫെയിലിയർ ആവും. അപ്പോൾ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്നുള്ളത് നമ്മൾ മദർ സ്ലാബിൽ വാട്ടർ പ്രൂഫ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു. നമ്മൾ ഈ വാട്ടർ പ്രൂഫിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയാണ് അതൊന്ന് പറയോ? വാട്ടർ പ്രൂഫിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സർഫസ് പ്രിപ്പറേഷനാണ്. അതായത് സർഫസ് എപ്പോഴും നമ്മൾ ലെവൽ ചെയ്ത്, സർഫസ് പ്രിപ്പറേഷൻ എന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. കാരണം എന്ത് നമ്മൾ കോട്ടിങ് അടിച്ചാലും ബോണ്ടിങ് വേണം. അവിടെ ബോണ്ടിങ് വേണമെങ്കിൽ സർഫസ് അത്രയും ക്ലീൻ ആയിരിക്കണം, ഡസ്റ്റ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മൾ സാറിൻ്റെ സ്ലാബ് തന്നെ സ്ലോ പ്രൂഫാണ് വരുന്നത് ഒരു 2 ഭാഗത്ത്, പിന്നെ 2 ഫ്ലാറ്റ് റൂഫും വരുന്നുണ്ട്. അപ്പോൾ സ്ലോ പ്രൂഫിൽ നമ്മൾ എന്താ ആദ്യം ചെയ്ത് വെച്ചാൽ നമ്മൾ ചിപ്പ് ചെയ്ത് അവിടുത്തെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ കളഞ്ഞു, നമ്മൾ ലൂസ് കോൺക്രീറ്റ്സ് ഒക്കെ റിമൂവ് ചെയ്തു. പിന്നെ എന്താ വെച്ചാൽ സുഷിരങ്ങൾ കൂടും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാട്ടർ സിമെൻറ്റ് റേഷ്യോ കുറവായതിനാൽ സുഷിരങ്ങൾ കോൺക്രീറ്റിൽ നല്ലോണം ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു നോൺ ഷ്രിങ്ക് ഗ്രൗട്ട് അതിൽ ഒഴിക്കും. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നോൺ ഷ്രിങ്ക് ഗ്രൗട്ട് ഒഴിക്കലാണ്. ആഫ്റ്റർ ദാറ്റ് ആണ് നമ്മൾ മൊത്തം ക്ലീൻ ആയതിനു ശേഷമാണ് നമ്മുടെ ഫസ്റ്റ് കോട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം മിക്സിങ്ങോ വാട്ടർ അഡീഷനോ ഒന്നും ഇല്ലാത്ത മെറ്റീരിയൽസ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോട്ടിങ് അടിക്കും ഒരു ഡയറക്ഷൻ. അതായത് ഇപ്പോൾ നമ്മളൊരു വെർട്ടിക്കൽ ഡയറക്ഷനിലാണ് ഫസ്റ്റ് കോട്ടിങ് അടിക്കുന്നത് വെച്ചാൽ അത് ടച്ച് ഡൈ സ്ട്രേറ്റ്, അതായത് തൊട്ട് നോക്കുമ്പോൾ ഡ്രൈ ആയിരിക്കണം. അല്ലെങ്കിൽ ഒരു 2 to 4 hours കമ്പനി പറയുന്ന പോലെ. അപ്പോൾ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് ഡ്രൈ സ്റ്റേറ്റ് ആയാൽ മതി എന്നാണ് അതിന്. അപ്പോൾ നമ്മൾ വെർട്ടിക്കലിലാണ് ഫസ്റ്റ് കോട്ടിങ് ഡയറക്ഷൻ അടിച്ചാൽ നെക്സ്റ്റ് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ് അടുത്ത കോട്ടിങ് അടിക്കേണ്ടത്. അതാണ് മേജർ പ്രോസസ്സ് സ്റ്റെപ്സ് വരുന്നത് നമ്മുടെ വാട്ടർ പ്രൂഫിങ്ങിൽ. താങ്ക് യു. ഓക്കെ, എന്നിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പ്ലാസ്റ്ററിങ്ങിലേക്ക് കിടക്കാം അല്ലേ? ഓക്കെ, താങ്ക് യു. ഞാനിതൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാനുള്ള പ്രധാന കാരണം, നമ്മളൊരു വീട് പണി തുടങ്ങുമ്പോൾ പല ആളുകൾ പല അഭിപ്രായം പറഞ്ഞിട്ട് നമ്മളങ്ങോട്ട് കൺഫ്യൂഷൻ ആക്കും. മൊത്തം അങ്ങനെ ചെയ്തുകൂടെ. അപ്പോൾ എൻ്റെ വീടിൻ്റെ ഈ സ്ലോ പ്രൂഫ് എന്നോട് പലരും പറഞ്ഞു, നീ ഏതായാലും അതിൻ്റെ മുകളിൽ ഓടോ സിംഗിൾസോ ഒക്കെ യൂസ് ചെയ്യണമല്ലേ, അപ്പോൾ പിന്നെ നീ വാട്ടർ പ്രൂഫ് ചെയ്യേണ്ടതെന്ന്. പക്ഷേ ഈ ഒരു വാട്ടർ പ്രൂഫ് ചെയ്യാത്തത് മൂലം നാളെ ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ സിംഗിൾസ് അല്ലെങ്കിൽ ഓട അതൊക്കെ ഇറക്കിയിട്ട് റീബിൽഡ് ചെയ്യേണ്ടി വരും, അവിടെ റിപ്പയർ ചെയ്യേണ്ടി വരും. അതിലും നല്ലൊരു ഓപ്ഷൻ എനിക്ക് തോന്നി വാട്ടർ പ്രൂഫാണ്. അതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. അങ്ങനെ എനിക്ക് അജിത്തിനെ പരിചയമുള്ളതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ അജിത്തിനെ കോൺടാക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ വെറുതെ യൂട്യൂബിൽ നോക്കി ഈ വാട്ടർ പ്രൂഫിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ സൊല്യൂഷൻസ്, എങ്ങനെയാണ് ഇത് വരുന്ന വർക്ക് എന്നൊക്കെ. പക്ഷേ യൂട്യൂബിൽ അധികം മലയാളത്തിലുള്ള കണ്ടന്റ് കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഉപകരിക്കും. നമ്മളൊരു വീട് പണിയെടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു സ്വപ്നമാണത്. അപ്പോൾ അത് വീട് പണിയൊക്കെ കഴിഞ്ഞാൽ അതിൽ താമസാക്കിയതിന് ശേഷം എന്തെങ്കിലും റിപ്പയർ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനുള്ള സംഭവം. കാരണം പല സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടി വരും അല്ലേ? അപ്പോൾ ഇതിനുള്ള സൊല്യൂഷനാണ് അജിത്ത് ഇപ്പം നിങ്ങൾക്ക് വിശദീകരിച്ച് തന്നത്. നിങ്ങൾക്ക് പുതിയൊരു വീട് പണിയൊക്കെ നിങ്ങളുടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയാൽ അജിത്തിനെ കോൺടാക്ട് ചെയ്യുക.
അതല്ല നിങ്ങളെ വീട് പണി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ നിങ്ങൾക്ക് ഫൗണ്ടേഷനിലൊക്കെ നിങ്ങൾക്ക് വാട്ടർ പ്രൂഫ് ചെയ്യണമെങ്കിലും അജിത്തിനെ കോൺടാക്ട് ചെയ്യുക. അജിത്തിൻ്റെ നമ്പറേ അവിടെ കൊടുക്കുന്നുണ്ട്. ആ നമ്പർ ഒന്ന് പറഞ്ഞ അജിത്തെ. എൻ്റെ നമ്പർ വരുന്നത് 7902226571 എന്നാണ്. ഏത് നേരം വിളിച്ചാലും ഞാൻ അവൈലബിൾ ആയിരിക്കും. പിന്നെ ഞങ്ങൾ ഓൾ കേരള നല്ലൊരു സർവീസ് പ്രൊവൈഡേഴ്സാണ്. കാരണം ഞങ്ങൾ 3 പേരും സിവിൽ എഞ്ചിനീയേഴ്സ് ആയതുകൊണ്ട് ഞങ്ങളൊരു സൊല്യൂഷൻ കറക്റ്റ് കൊടുക്കുക എന്നാണ്. ഒരു ക്ലയൻറ്റിൻ്റെ ഹാപ്പിനെസ്സും കൂടിയാണ് ഞങ്ങൾ നോക്കുന്നത്. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നല്ല, ആ സൈറ്റിന് ഉത്തമമായ ഒരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ഭാവിയിൽ അദ്ദേഹത്തിന് ഒരു കുഴപ്പമുണ്ടാവാതിരിക്കുക എന്നാണ് ഞങ്ങളുടെ ഒരു USP വരുന്നത്. ഓക്കെ, എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.